പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സ്കൂളിനെതിരെയാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ആരോപണം ഉന്നയിക്കുന്നത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് ആരോപണം. അവിടെയാണ് വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ആളുകളെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. 9ാം ക്ലാസ്സുകാരി ആശിർ നന്ദ തൂങ്ങിമരിക്കാൻ കാരണം സ്കൂളിലെ മാനസിക പീഡനമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നമ്മൾ ആ രീതിയിലുള്ള ഒരു സമീപനം നമ്മൾ തിരിച്ചു എല്ലാവരും ഒന്ന് സൈലന്റായി പോയിരിക്കണം. ഇതൊരു യോഗമാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, പ്രതിഷേധം കാര്യമായി തന്നെ പോവുകയാണ്. പോലീസും അത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പോലീസും നടത്തുന്നു. എന്തൊക്കെയാണ് ബന്ധുക്കളുടെ ആരോപണം? അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പരാതിയാണ് രക്ഷകർത്താക്കൾ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. അതായത് പാർഷ്യലായി വിദ്യാർത്ഥികളെ കാണുകയും വേർതിരിവുണ്ട് എന്നുള്ളതുമാണ് പ്രധാനമായും പറയുന്നത്. മാർക്ക് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ തരംതിരിച്ചിരിക്കുകയും വലിയ തരത്തിലുള്ള സ്ട്രെസ് നൽകുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ രക്ഷകർത്താക്കളോട് തന്നെ ചോദിക്കാം, ഏത് തരത്തിലാണ് ഇവിടെ ഇപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്കൂളിന്റെ സമീപനം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ മോള് ഇവിടെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ മോള് കുറെ പറയുന്നുണ്ട് ഇവിടുന്ന് ക്ലാസ് മാറണം, സ്കൂൾ മാറണം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളാണ്, സംസാരിക്കും. അപ്പൊ ചെറുതായിട്ട് ഒരു പെൻസിൽ വീഴുക, അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവർ അടിക്കുകയാണ്. മുതുകത്തേക്ക് കഴിഞ്ഞ ദിവസം വരെ കുട്ടിന്ന് ബാക്കിൽ ഒരു കുട്ടി ബോക്സ് ചോദിച്ചപ്പോ മുതുകത്തേക്ക് അടിച്ചോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറോട് പറയായിരുന്നില്ലേ, പറഞ്ഞപ്പോ അത് ഇംഗ്ലീഷിൽ പറയണമെന്ന്. മോൾക്ക് ഇംഗ്ലീഷ് പറയാൻ ഇവർ പഠിപ്പിച്ചു കൊടുക്കാതെ എങ്ങനെ അറിയും? ഇവിടെ LKG മുതൽ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഇവരുടെ തെറ്റല്ലേ? ഇവരല്ലേ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ മോൾക്ക് കംപ്ലൈന്റ് പറയാൻ ഇംഗ്ലീഷ് അറിയില്ല. നമുക്ക് കൂടുതൽ രക്ഷകർത്താക്കളോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ സ്കൂളിന്റെ ഒരു സമീപനം? കുട്ടികളോട് പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ? മോള് 9th പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മളിന്ന് വിട്ടുപോയ കുട്ടിയുടെ അതേ ക്ലാസ്സിലാണ് എൻ്റെ മോള് പഠിച്ചിരുന്നത്. അവളെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇന്നലെയാണ് ഷഫിൾ ചെയ്തിട്ട് അവളെ ക്ലാസ്സിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ആ മോൾക്ക് ഉണ്ടായിരുന്നു. പൊതുവേ ഇവിടെ എക്സാമുകളും വീക്ക്ലി സീരീസ്, മന്ത്ലി സീരീസ് പറഞ്ഞ കുട്ടികൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് പറയാനൊരു സ്പേസ് തരുന്നില്ല. ഒരു PTA മീറ്റിംഗ് പോലും ഒരു വെച്ച് തരുന്നില്ല. സിസ്റ്റർ നമുക്ക് കാണാൻ പാടില്ല, നമുക്ക് അതിനുള്ള ചാൻസ് തരുന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. വലിയ സ്ട്രെസ്സാണ് കുട്ടികൾക്ക് നൽകുന്നത്. അതെ, ഒരു 4ാം ക്ലാസ് മുതൽ അത്യാവശ്യം സ്ട്രെസ് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾ പറയുന്നത് ഇതാണ്. ഈ കേൾക്കുമ്പോൾ തന്നെ ഭീതിജനകമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് കുട്ടികളോടുള്ള സമീപനം ഈ സ്കൂളിൽ? ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരിക്കുക, കുട്ടികൾക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മോള് ഇവിടെ 7th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൾ ഇവിടുന്ന് 8th മാറിപ്പോയത്. അതേപോലെയുള്ള നിയമമല്ല ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നോട്ട്സ് ആയാലും എന്ത് തന്നെയായാലും അവർ കറക്റ്റായിട്ട് ടീച്ചേഴ്സാണ് പലപ്പോഴും എഴുതി കൊടുക്കാറുള്ളത്, ഫെയർ നോട്ട്സിൽ എഴുതി കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ന്യൂ വേർഡ്സുകൾ അവർ എഴുതി വിടും. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു 5 ന്യൂ വേർഡ്സ് നമ്മൾ ഡെയിലി പഠിപ്പിക്കുന്ന രീതിയിൽ ഡെയിലി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കുട്ടികളുടെ ബുക്ക് ചെക്ക് ചെയ്യണം അവർ. അതേപോലെ ഡയറിയിലൊക്കെ പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞ വർഷങ്ങളിൽ 1st സ്റ്റാൻഡേർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ 1st സ്റ്റാൻഡേർഡിൽ തന്നെ പനിഷ്മെന്റ് കൊടുത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ അത് ആ ക്ലാസ് ടീച്ചർ വന്നിട്ട് ആ കുട്ടികളെ എല്ലാവരും എൻ്റെ കുട്ടികളാണ് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറ്റി വിടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കുട്ടികൾ വീട്ടിൽ വന്ന് പറയാറില്ല, കാരണം അവർക്ക് പേടിയായത് കാരണം. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ പാരൻസിനെയാണ് കുട്ടികൾക്ക് പേടിയെന്ന് പറയുന്നത്. പക്ഷെ പാരൻസിനല്ല പേടി, ടീച്ചേഴ്സിനെയാണ് ഇപ്പോൾ പേടി. അതാണ് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രഷർ നൽകുന്നു, സ്ട്രെസ് നൽകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 14 വയസ്സുകാരി ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്, തൂങ്ങി മരിച്ച സംഭവം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് സ്കൂളിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതായത് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രഷറാണ്. ഈ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മാറ്റിയെടുത്തുകൊണ്ട്, അതായത് പരിചയമില്ലാത്ത വിദ്യാർത്ഥികളുടെ മാർക്ക് കുറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയെടുത്തുകൊണ്ട് അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി
ആത്മഹത്യ ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കുടുംബം പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് സ്കൂളിനോട് വിശദീകരണം ഉൾപ്പെടെ ചോദിക്കാനുള്ള നടപടികളാണ് നൽകിയത്. പക്ഷേ സ്കൂള് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് ഇതുവരെ എന്താണ് തങ്ങളുടെ സമീപനം, ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ എന്നുള്ള കാര്യം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാ മാതാപിതാക്കളും വ്യക്തമാക്കുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കുട്ടികളെ ഒരു പ്രഷർ ബോംബിന്റെ പുറത്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏത് സാഹചര്യമാണ് ഈ സ്കൂളിൽ ഉണ്ടായെന്നാണ് മനസ്സിലാകുന്നത്? ഇവിടെ ഈ കുട്ടിക്ക് മാനസികമായ ഫ്രസ്ട്രേഷൻ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ കുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ട് ഒന്നും അമ്മോട് പറഞ്ഞു ഇങ്ങനെ മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ഇത് 4-5 കുട്ടികളാണ് പെൺകുട്ടികളായിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം 10-25-30 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്നലെ മാറ്റിയ സാഹചര്യം കുട്ടിക്ക് വല്ലാതെ വിഷമുണ്ടാക്കി. അത് വീട്ടിൽ ചെന്ന് ചായ കുടിച്ചു. സ്കൂട്ടറിൽ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അമ്മോട് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് കുളി കഴിഞ്ഞു. കുട്ടി കളിച്ചിരുന്ന ഉള്ള അനിയത്തി കുട്ടി കളിച്ചിരുന്ന ഷാള് എടുത്തിട്ട് മുകളിൽ പോയി തൂങ്ങുകയായിരുന്നു ചെയ്തത്. വീട്ടിൽ അമ്മ അരി അരയ്ക്കെന്തുമായിരുന്നു, അച്ഛൻ സോഫയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് കുട്ടി മുകളിൽ പോയി പണി ചെയ്തത്. ഈ ആശ്രിതന്തൊക്കെ ഇവിടുന്ന് ഇൻസൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണോ മനസ്സിലാവുന്നത്? ഇൻസൾട്ട് ഉണ്ടായോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ. പക്ഷേ എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് അതൊന്നും അറിയില്ല. എങ്കിലും ഈ കുട്ടിക്ക് വിഷമമുണ്ടായി എന്നുള്ളത് സത്യമാണ്. എല്ലാവരും മെൻ്റലി പല സ്വഭാവമുള്ളവരാണല്ലോ. അപ്പോൾ കുട്ടിക്ക് വല്ലാതെ ഫ്രസ്ട്രേഷൻ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുവായി സ്കൂളിലെ സാഹചര്യം എങ്ങനെയാണ്? പൊതുവെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കുള്ള എല്ലാ ബാലാവകാശ കമ്മീഷനും അതുപോലെ എല്ലാ ഈ നിയമങ്ങളും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ കുട്ടി 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ പഠിച്ച് ഇരുന്ന ആ കുട്ടികളുടെ ഇടയിൽ മാർക്ക് കമ്മിയായി എന്നുള്ള എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ക്ലാസ് മാറ്റം അത് എന്തായാലും ആ കുട്ടിക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അതുതന്നെയാണ് ഇത് സംഭവിക്കാൻ വലിയൊരു കാരണം. ഒരിക്കലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തൊരു നടപടിയാണ് ഈ സ്കൂളിൽ നിന്നുണ്ടായത്. ഇതിൽ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് ചോദിക്കണ പകരം ഈ സ്കൂൾ അധികാരികളോട് ചോദിക്കുക. ഇന്നലെ ഈ സ്കൂൾ അവധി പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എല്ലാ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിലെന്താ എഴുതിയിട്ടുള്ളത്? ഹോളിഡേ എന്ന്. അതാണോ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിക്കുമ്പോൾ അതാണോ വിടേണ്ടത്?